കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 90 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ടൗൺ ഹാൾ നിർമ്മാണം, ലൈഫ് ഭവന പദ്ധതി, കുടിവെള്ള പദ്ധതി എന്നിവയ്ക്കെല്ലാം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അയ്യപ്പൻമുടിയെ വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റുന്നതിനും മിനി സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിലവിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. വൈസ് ചെയർമാൻ പ്രിൻസ് വർഗിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 90 കോടി 22,18,900 രൂപ വരവും 84 കോടി 76,63,900 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വർഷത്തെ വരവ് 83 കോടി 54,78,700 രൂപയും ചെലവാക്കി കണക്കാക്കുന്നത് 84 കോടി 76,63,900 രൂപയും 54,55,500 രൂപ നീക്കിയിരിക്കുന്ന ബഡ്ജറ്റാണ് ഈ കൗൺസിൽ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ബജറ്റുകളിലേതെന്ന പോലെ ടൗൺ ഹാളിന് ഈ ബജറ്റിലും പ്രധാന സ്ഥാനമുണ്ട്. 2 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും വീട് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ലൈഫ് ഭവന പദ്ധതിയിൽ മുനിസിപ്പാലിറ്റിയുടെ വിഹിതമായ 1 കോടി രൂപ വകയിരുത്തി. മുനിസിപ്പൽ ക്രിമറ്റോറിയം പൂർത്തിയാക്കുന്നതിന് 50 ലക്ഷം രൂപ നീക്കിവെച്ചു. നമ്മുടെ ചിരകാല സ്വപ്നമായ ടൗൺ ഹാൾ നഗരത്തിന്റെ പൗരാണിക പ്രൗഢിയും തനിമയും നിലനിർത്തിക്കൊണ്ട് നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി 2 കോടി രൂപ ഈ സാമ്പത്തിക വർഷം വകയിരുത്തിയിട്ടുണ്ട്. നിർമ്മാണത്തിനാവശ്യമായ ബാക്കി തുക സർക്കാരിൽ നിന്നും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ്. ക്രിമറ്റോറിയം നിർമ്മാണം സമയബദ്ധമായി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മൃതദേഹം സംസ്കരിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ പൂർത്തീകരിക്കുന്നതിനും 50 ലക്ഷം രൂപയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും മൃതദേഹം ക്രിമറ്റോറിയത്തിൽ എത്തിച്ച് തികച്ചും സൗജന്യമായി സംസ്കരിക്കുന്നതിന് ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് 25 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക എന്നതാണ് ബജറ്റിലെ പ്രധാന നിർദ്ദേശം. ഇതിനായി വിവിധ പദ്ധതികൾ നടപ്പാക്കും. സായാഹ്ന OP ആരംഭിക്കാൻ നടപടിയെടുക്കും. ICU സൗകര്യമുള്ള ആംബുലൻസ് വാങ്ങും. ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കുരൂർത്തോട്ടിലേക്ക് മലിനജലം ഒഴുകുന്നത് തടയും. ഇതിനായി സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കും. DPR തയ്യാറാക്കാൻ 10 ലക്ഷം രൂപ വകയിരുത്തി. സമീപ പ്രദേശത്തുള്ള തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുവാൻ ആലോചനയുണ്ട്. കോതമംഗലത്തെ കുരൂർത്തോടിനെയും കോഴിപ്പള്ളി പുഴയെയും മാലിന്യമുക്തമാക്കുന്നതിനും പുനർജീവിപ്പിക്കുന്നതിനും വേണ്ടി സൗന്ദര്യവൽക്കരിക്കുന്നതിനുള്ള പദ്ധതികൾ പരിഗണനയിലുണ്ട്. ഏറ്റവും പ്രധാനമായി നാം കാണുന്ന മറ്റൊരു കാര്യം മാലിന്യ സംസ്കരണവും ശുചിത്വ പരിപാലനവുമാണ്. കോതമംഗലത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമാക്കി മാറ്റുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പദ്ധതികൾ ആവിഷ്കരിക്കും. ഏറ്റവും മികച്ച ഏജൻസികളെ ചുമതലപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം തുക വകയിരുത്തിയിട്ടുണ്ട്. കോതമംഗലം നഗരത്തിലെ മലിനജലം സംസ്കരിക്കുന്നതിന് സീവേജ് ട്രീറ്റ്മെന്റ് സംവിധാനം ഒരുക്കുന്നതിനായി DPR തയ്യാറാക്കുന്നതിനായി 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ മിനി സ്റ്റേഡിയം, കുടിവെള്ള പദ്ധതികൾ, വെണ്ടുവഴിയിലെ വെൽനസ് സെന്റർ തുടങ്ങിയവയ്ക്കും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അയ്യപ്പൻമുടിയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. DPR തയ്യാറാക്കാൻ 10 ലക്ഷം രൂപ വകയിരുത്തി. ബജറ്റ് അവതരണ യോഗത്തിൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ജീവനക്കാരും പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.